ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, കണ്ണുകളെ എങ്ങനെ നമുക്ക് കെയർ ചെയ്യാം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാവരും അല്ലേ, യുവാക്കളും യുവതികളും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരെല്ലാം അപാലവൃദ്ധം എന്ന് പറയാം. എന്താ ചെയ്യുന്നത്? രാവും പകലും ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ, അതും അല്ലെങ്കിൽ മൊബൈൽ നോക്കി എപ്പോഴും നമ്മൾ സ്ക്രീനിലേക്ക് നോക്കി ഇരിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എൻ്റെ ഈ പോസ്റ്റ് ഗുണം ചെയ്യും കേട്ടോ. മാത്രമല്ല പിന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ, 20 റൂൾസ് ഓഫ് ഐ കെയർ എന്നും പറഞ്ഞ്. അപ്പോൾ അത് പിന്നെ യുവാക്കൾക്കും യുവതികൾക്കൊക്കെ അറിയാം, പക്ഷേ എൻ്റെ പ്രായമുള്ള എൻ്റെ സമപ്രായക്കാർക്കൊക്കെ ഇതറിയുന്ന എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അധിക സമയം ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിലും അതല്ലേ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണല്ലേ. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ക്ഷീണം അകറ്റേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് ആണ് ഈ 20 റൂൾസ് നമ്മൾ പറയുന്നത് കേട്ടോ. ഞാൻ പറയണതല്ല, അതാണിപ്പോൾ ഇത് ഇറങ്ങിയിരിക്കണം, ഒരു ട്രിക്ക് ഇറങ്ങിയിരിക്കുക കണ്ണുകളുടെ ആരോഗ്യത്തിന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20 മിനിറ്റിൻ്റെ ഇടവേള നമ്മൾ എടുക്കണം. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിലും അതുപോലെ ടി വിയിലാണെങ്കിലും നമ്മൾ നോക്കിയിരുന്ന് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊരു ഇടവേള എടുക്കുന്നത് നല്ലതാണ്. ഇടവേള എടുത്താൽ മാത്രം പോരാ, നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് മാറി നമ്മളൊരു 20 ഫീറ്റ് അകലേക്ക് നമ്മൾ ഒരു 20 സെക്കൻഡ് നോക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ പുറത്തേക്കായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വാളിലായിരിക്കും, എങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു 20 സെക്കൻഡ് നമ്മൾ 20 ഫീറ്റ് അകലെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് വളരെ റിലാക്സേഷൻ കിട്ടുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം കേട്ടോ. പുതിയതല്ല, പഴയ ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇങ്ങനെ ത്രൂ ഔട്ട് മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ. 20 മിനിറ്റ് കൂടുമ്പോൾ 20 ഫീറ്റ് അകലെ നിന്ന് നമ്മൾ 20 സെക്കൻഡ് ദൂരത്തേക്ക് നോക്കണം. അതെല്ലാവരും പാലിക്കേണ്ട ഒരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ. അതാണ് ഞാൻ ആദ്യം പറയാനുള്ളത്. പിന്നെ നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെ ചെയ്യാം? കണ്ണ് എപ്പോഴും ഇങ്ങനെ, നമ്മൾ കണ്ണിന് ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? കണ്ണിങ്ങനെ തിരുമ്മുമല്ലേ. അപ്പോൾ ഒരിക്കലും കണ്ണ് തിരുമ്പരുത്, റബ്ബ് ചെയ്യരുതെന്നാണ് പറയുന്നത്. നമ്മൾ നല്ല വെള്ളം കൊണ്ട് കണ്ണുകൾ കഴുകുക ക്ഷീണം തോന്നുമ്പോൾ. ക്ഷീണം തോന്നുമ്പോഴും അല്ലെങ്കിലും ഒക്കെ കണ്ണ് കഴുകുന്നത് നല്ലതാണ്. കണ്ണ് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ എൻ്റെ പോലെയുള്ളവരൊക്കെ ഇപ്പോൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കും കണ്ണ് കഴുകണമെന്ന് തോന്നി ഓടിപ്പോയി ആ കൈ വെച്ച് കഴുകരുത്. എപ്പോഴും നല്ല വൃത്തിയുള്ള കൈയായിരിക്കണം, നല്ല വെള്ളം നല്ലതായിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുന്നതും നല്ലതാണ് കേട്ടോ. ഇതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കണ്ണെപ്പോഴും ചിമ്മുമല്ലോ, നമ്മളിങ്ങനെ ഇറുക്കി കണ്ണ് അടച്ച് തുറക്കണ, അത് നല്ലൊരു എക്സസൈസാണ്. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുക കേട്ടോ, അത് നല്ലൊരു എക്സസൈസാണ്. പിന്നെ ഒത്തിരി കണ്ണിൻ്റെ എക്സസൈസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒരു 5 മിനിറ്റ് നേരം സ്ഥിരമായിട്ട് ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാവരും ഇപ്പോൾ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ സ്ക്രീനിൻ്റെ, അത് മൊബൈലാണെങ്കിലും അതുപോലെ പിന്നെ ടി വി ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഈ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് എപ്പോഴും കുറച്ച് വെച്ചേക്കണം കേട്ടോ. മൊബൈലത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാണ്ട് ബ്രൈറ്റായിട്ട് മൊബൈൽ വെച്ചേക്കരുത്, അത് നമ്മുടെ എനർജി നഷ്ടമാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ബ്രൈറ്റ്നെസ് സ്ക്രീനിൻ്റെ കുറച്ച് വെക്കേണ്ടത് ഒരു ആവശ്യകതയാണത്. അതും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ആഹാരമാണ് ശ്രദ്ധിക്കേണ്ടത്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സൊക്കെ നമ്മൾക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻസൊക്കെയാണ്. അപ്പോൾ അത് ഇപ്പം ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്, ഇപ്പോൾ വൈറ്റമിൻ എ ഒക്കെ നമുക്കറിയാമല്ലോ, വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങളും അത് ഏതെല്ലാം ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുമെന്നും നമുക്കറിയാം. ഇപ്പോൾ ഈ കണ്ണിന് ആവശ്യമായ വൈറ്റമിൻസ് അടങ്ങിയ കുറച്ച് പഴങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അത് മെയിനായിട്ട് ബ്ലൂബെറിയാണ്. ബ്ലൂബെറി എന്ന് പറയുമ്പോൾ
ബ്ലൂബെറിയിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കുന്ന പറയുന്നത്. ഈ ബ്ലൂബെറി നമ്മൾ സ്ഥിരമായിട്ട് ഒരു പിടി കഴിക്കുകയാണെങ്കിൽ കാഴ്ചശക്തി കൂടുകയും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ, കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും റെറ്റിനയുടെ ആരോഗ്യം കൂടുകയും ഒക്കെ ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലൂബെറി കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പിന്നെ പപ്പായയാണ്. പപ്പായയെ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവർക്ക് കണ്ണ് ചൊറിച്ചൽ, കണ്ണ് ഡ്രൈ ആവുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പപ്പായ കഴിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അത് നമ്മുടെ കണ്ണിനുള്ള ഇൻഫ്ലമേഷൻ മാറുന്നതിനും അതുപോലെ റെറ്റിനയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ചൊറിച്ചലും അതുപോലെ ഡ്രൈനെസ്സും ഒക്കെ പോകുന്നതിന് ഈ പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റമിൻ എ, സി, ഇ ഒക്കെ അടങ്ങിയ ഫുഡ് നിങ്ങൾ പഴവർഗ്ഗങ്ങളും ഫുഡുകളൊക്കെ തിരഞ്ഞെടുത്ത് കഴിക്കണേ. പിന്നെ ക്യാരറ്റ് ബെസ്റ്റാണ്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൽ. എല്ലാ ദിവസവും ഒരു ക്യാരറ്റ് നമുക്ക് കഴിക്കാം. അടുത്ത പഴം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഓറഞ്ചാണ്. ഈ വൈറ്റമിൻ സി അടങ്ങിയ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ പിന്നെ പച്ചക്കറികളാണെങ്കിലും എല്ലാം നമ്മൾ കഴിച്ചാലുള്ളൊരു ഗുണം എന്താണെന്നോ, ഈ ലെൻസിൽ വരുന്ന മൂടൽ, അത് തിമിരം പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്ന പറയണം. വൈറ്റമിൻ സി ആവശ്യത്തിനുണ്ടെങ്കിൽ ഇതിപ്പോൾ പാരമ്പര്യമായിട്ട് വരുന്നതുണ്ട്. അതല്ലാണ്ട് ഇങ്ങനെ ചെറുപ്പത്തിലേക്ക് ഉള്ള ഇങ്ങനെ പിന്നെ തിമിരം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. അതുമാത്രമല്ല റെറ്റിനയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കണ്ണിൻ്റെ ക്ഷീണം അകറ്റുന്നതിനും എല്ലാത്തിനും പിന്നെ ഈ പഴം നല്ലതാണ്. ഓറഞ്ച് അല്ല ചെറുനാരങ്ങ തുടങ്ങിയുള്ള വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സും പച്ചക്കറികളും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ കിവിപ്പഴമാണ്. കിവിപ്പഴം എന്ന് പറയുമ്പോൾ അതിലും ധാരാളം വൈറ്റമിൻ സി കിവിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും കണ്ണുകളുടെ ക്ഷീണം അകറ്റുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും എല്ലാം അതിന് വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. അപ്പോൾ ഈ പഴങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കേട്ടോ, ഇപ്പോൾ കണ്ണിന് ചൊറിച്ചിൽ, അതുപോലെ കണ്ണിങ്ങനെ വല്ലാണ്ട് തിരുമ്പുക, അങ്ങനെയുള്ള പ്രശ്നം, ക്ഷീണം തോന്നുക, ഇങ്ങനെയൊക്കെ അധികമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പഴങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന്, പുറത്തിറങ്ങുമ്പോൾ വെയിലത്ത് സൺഗ്ലാസ് ശീലമാക്കണം. അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. നമ്മുടെ മലയാളികൾ ഇപ്പോഴും മടിയാണ് സൺഗ്ലാസ് വയ്ക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ നോക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. അങ്ങനെയൊന്നും ആ മനോഭാവം നമ്മുടെ മാറണം. എപ്പോഴും കണ്ണിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും സൺഗ്ലാസ് അത്യന്താപേക്ഷിതമാണ് കേട്ടോ. അപ്പോൾ സൺഗ്ലാസ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളടുത്ത് ഐ കെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് മുന്നേ ഞാൻ ഐ കെയർ ഇട്ടിട്ടുണ്ട് ഒരു 5 വർഷം മുന്നേ. കാണാത്തവർ അത് കാണണം കേട്ടോ. അപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.